പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുവുദ്ധാനം അനുസ്മരിച്ചൊരു പ്രാർത്ഥിക്കുന്നു. ഈശോ, ഏറ്റവും വലിയ പ്രാർത്ഥന, നിന്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എത്ര ജന്മങ്ങൾ ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഈശോയെ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിന്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിന്റെ നാമത്തെയും നിന്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിൻ്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുവുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷേ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവെ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവരാദികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുദ്ധാനത്തിന് മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഞാനെപ്പോഴും ഓർക്കുകയും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പത്രോസിനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അയാളെ ഈ കുറേ മനുഷ്യർ അദ്ദേഹത്തിന് വെറുതെ എടുത്തുചാട്ടക്കാരനായിട്ട് പറയും. അദ്ദേഹം ഒരു എടുത്തുചാട്ടക്കാരനുമല്ല. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം എടുത്തുചാട്ടക്കാരനാണ്. കണ്ടല്ലേ, ഈ ഇന്നലെ കയറി വന്ന പൗലോസ് കൂട്ടത്തിൽ വെച്ച്
അങ്ങയുടെ ഫരിസേയമായ ഒരു തണ്ടിൽ കാണിക്കുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്. പക്ഷെ ആ സമയത്ത് പത്രോസ് കാണിക്കുന്ന സൗമ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൗലോസിനോടൊരു നീരസം തോന്നും. പിന്നെ ഇന്നലെ കയറി വന്ന ആളല്ലേ, എന്നിട്ട് കർത്താവ് അധികാരം ഏൽപ്പിച്ചതിനോടൊക്കെ കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണില്ല അത് വരുന്നു. അപ്പോൾ എനിക്ക് പൗലോസിനോട് അന്നും ഇന്നും ഒത്തുതീർപ്പ് വന്നിട്ടില്ല. ശരിക്കും പ്രബോധനം ഭയങ്കര ഗംഭീരമാണെങ്കിലും സ്വഭാവം എനിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. കാര്യം നമ്മൾ എടുത്തുചാട്ടക്കാണെന്ന ഒരു ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആള് പക്ഷേ എടുത്തുചാട്ടം കാണിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ എല്ലാവിധ പക്വതയോടും കൂടിയാണ് പൗലോസ് കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയത്തെ സംയമനത്തോടെ കരുതുന്നില്ല. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പത്രോസ് കണ്ടതുപോലെ വല്ലതും ആരെങ്കിലും കണ്ടു? പത്രോസ് കർത്താവിനോട് സംസാരിച്ച പോലെ ആരെങ്കിലും സംസാരിച്ചു? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ആർക്കെങ്കിലും കർത്താവ് വാതിൽ തുറന്നു കൊടുത്തോ? ഇല്ല. ഈ മനുഷ്യൻ ഭയങ്കരനാണ്. ഈ മനുഷ്യനാണ് ഒരിക്കൽ പറയണതേ, ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂർ പോകത്തില്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പം കൈ നീട്ടുമ്പോൾ ഈ മനുഷ്യൻ അറിയാതെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പണ്ട് കുറേ കാശുണ്ടായിരുന്ന ആളാണ്. കാര്യം എൻ്റെ വെള്ളത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇപ്പം കർത്താവ് വിളിക്കണമാകുമ്പോൾ കാശ് ഇതിൽ കിടന്നിട്ട ആളാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി പത്രോസിനും താക്കോല് യൂദാസിനും കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു സംഘർഷമായിരുന്നു പത്രോസിൻ്റെ ജീവിതം മുഴുവനും. അധികാരമില്ല പത്രോസിന്, താക്കോല് യൂദാസിന്. എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പോസ്തലന്മാരെല്ലാം കമ്മ്യൂണിറ്റിയും കണക്ഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയണതെല്ലാം പത്രോസിനോട്. പക്ഷെ കൊടുക്കേണ്ടതാരാണ്? യൂദാസ് കൊടുക്കുക. ആ കള്ളനായതുകൊണ്ട് അത് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട്, ആ പെട്ടിയിൽ നിന്ന് വീഴുന്ന കാശൊക്കെ അവർ അടിച്ചു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ കള്ളന്മാരൊരിക്കലും മറ്റവർക്ക് ഒന്നും കൊടുക്കത്തില്ലല്ല. അപ്പോൾ അപ്പോസ്തലന്മാർ നരകിച്ച നിറഞ്ഞ ഒതുങ്ങിയൊരു ജീവിതമാണ് അപ്പോസ്തലന്മാർ. പ്രത്യേകിച്ച് നേതാവായി നിൽക്കുകയും ചെയ്യും, പക്ഷെ നിസ്സഹായനായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു 10 ദിവസമുണ്ട്. അതിനൊന്നും അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു സംഘർഷത്തിലൂടെ അവരുടെ കൂട്ടായ്മയിലുണ്ടാകുന്ന സംഘർഷത്തിലൂടെ ആ മനുഷ്യൻ പോയിട്ട് ഒരു കുറ്റക്കാരോട് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കൽ ചെകുത്താനെന്ന് വിളിച്ചു. അപ്പോഴും യൂദാസെന്ന് സ്നേഹിതാന്നാണ് യൂദാസിനെ വിളിക്കുന്നത്. അപ്പോഴ് കർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ പത്രോസ് പറയും, അങ്ങക്കില്ല അറിയാമില്ല. അത് ഭയങ്കര രസകരമായ ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് പീറ്റർ. കാര്യം എല്ലാ മേഖലകളിലും ഒതുങ്ങേണ്ട പാട്ടിൽ ഒതുങ്ങുമ്പോഴും പൊട്ടിത്തെറിക്കാൻ നിൽക്കും. എടുത്തുചാട്ടക്കാരാണെങ്കിൽ പൊട്ടിത്തെറിക്കുമല്ല, പൊട്ടിത്തെറിക്കാൻ നിൽക്കും. യൂദാസിൻ്റെ എല്ലാ പൊളിറ്റിക്സിൻ്റെയും ബലിയാടായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴും സംയമനത്തോടെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിഴവ് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് കർത്താവ് ഇല്ലാഞ്ഞ തിരുവുത്ഥാനത്തിൻ്റെ ശേഷം ഉണ്ടായിരുന്ന സമയത്തും ഈ പൗലോസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്തും അദ്ദേഹം സംയമനം പാലിക്കും. ഈ ആളാണ് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. ഒത്തിരി കാശുണ്ടായിരുന്നൊരു ആളല്ലേ, അറിയാതെ ചിലപ്പോൾ ആരൊക്കെ ഉറുമാരി നോക്കിക്കാണും. എന്നിട്ട് പറയണ വാർത്തമാനം ഭയങ്കരമാണ്, നല്ല ബോധമാണ്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, അതില്ല. കർത്താവും മരിച്ചുപോയി, കാശ് കിഴിയും യൂദാസിൻ്റെ കയ്യിലായി. അയാൾ ചത്തപ്പോൾ അതുകൊണ്ട് ദേവാലയത്തെ എറിഞ്ഞു കളഞ്ഞ് ആ കാശ് അതിനാലേ പോയി. അവിടുത്തെ പുരോഹിതന്മാർ അത് കൊടുത്ത് രക്തത്തിൻ്റെ വയൽ വാങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം തെണ്ടിത്തിരിഞ്ഞ് കാലണയില്ലാതെ കാപ്പൊടിക്കാൻ കാശ് നടക്കേണ്ട കാലമാണ്. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ പറയും, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്കൊരു സമ്പത്തുണ്ട്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത പറഞ്ഞത്. ആരാണത്?
തിരുവുത്ഥാനം ചെയ്ത നസ്രായനായ യേശു, സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനേക്കാൾ വലിയ ലോകാത്ഭുതം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ ഈ പൊന്നില്ല, വെള്ളിയില്ല, എനിക്ക് പേരില്ല, പകിട്ടില്ല, പത്രാസില്ല, പാരമ്പര്യമില്ല. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, നസ്രായനായ യേശു തിരുവുത്ഥാനം ചെയ്തു. ആ ഒരു വിശ്വാസത്തേക്ക് വന്നാൽ തിരുവുദ്ധാനം കൊണ്ട് നമ്മൾ ലോകത്തെ ജയിക്കും, ജീവിതത്തെ ജയിക്കും. പത്രോസിനെ പോലെ തിരുവുദ്ധാനം കൊണ്ട് ജീവിതത്തെ ജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അല്പം ഇങ്ങനെ ഫ്രീസായി പോയാലും ദൈവം ഫ്രീസാകത്തില്ലേ. ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ മതിയല്ല, നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ തന്നെ നിങ്ങളത് ഡൗൺ ആവും ഉടനെ. ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. ഇപ്പം ഈ ഇവരുടെ കാര്യമില്ല, ആരാണ്? അനിത ബേബി തോമസ് അല്ലേ? അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട. 9 വർഷമായിട്ടോ, ഒന്ന് ചിന്തിക്കണേ. ഒരു മോളെ കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല. പക്ഷെ ഒരേ ഒരു നിലപാടാണ്, എന്താണ്? എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട. അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന്. എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത്. അവർ പറയുന്നൊരു കാര്യമേ, മക്കളല്ല എനിക്ക് പ്രശ്നം. എന്താണ്? എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം. അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ? കയ്യടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഈ വൈഫിൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ? എന്താണ്? ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന പ്രധാന ഒരു സ്ത്രീയുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത്. അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയൊരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ IVF-ലേക്ക് പോകാം. ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ട്, എന്താണ് തള്ളേ, നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 10-70 വയസ്സാകും, വിട്ടുതരൊന്നും കാണിക്കേണ്ട, IVF ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടമുണ്ട് IVF പോകാൻ, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് അയാളും പറയണത്. പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പൊളിക്കില്ല. എന്താ കാര്യം? ഇവൾക്ക് അടുത്ത വിശ്വാസിയാണ്. ഇവൾക്ക് അടുത്ത വിശ്വാസിയായതുകൊണ്ട് നമുക്ക് IVF-ന് പോകാമെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട്. അവിടെ അമ്മ പറയും, മകളെ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും. അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണം പിന്നെ ഡോക്ടർ ഇങ്ങനെ IVF-ന് നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളൂ. ഉടമ്പടി 3 പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിക്കുന്ന IVF എടുക്കുക, പ്രായമാകുന്നില്ല എന്ന്. അപ്പോൾ ഇവൾ ഉടമ്പടിയിൽ അല്പം ഒന്ന് പറഞ്ഞു തണുത്ത് അല്ല, അങ്ങനെ ഡോക്ടർ നിർബന്ധിക്കുന്നു, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു. ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല. ഹസ്ബൻഡിന് സപ്പോർട്ടില്ല. സപ്പോർട്ട് എന്താണ് വെച്ചാൽ അയാൾക്ക് IVF എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കലിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ആ ദൈവമാണെങ്കിൽ മിണ്ടണമില്ല. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനെന്ന് പറയുന്നത്. കണ്ടാ, ഒരു വ്യക്തി ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ഒറ്റക്കായി പോകണം കണ്ടില്ലേ? എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള്. പക്ഷെ ഒരു ദിവസം ഇവള് പൊട്ടിക്കരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും, എടി പറയാൻ കൊണ്ടൊന്നും നീ വിഷമിക്കരുത്, വിഷമൊക്കെ പറയണതല്ല, ഒക്കെ പ്രായമാകുകയാണ്, വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത്, നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു, നമുക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല, നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവളെ പൊട്ടിക്കരയും.
എന്നിട്ട് ഇയാൾ പറയും, ചയ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ? ഇയാൾക്ക് എഞ്ചനുണ്ട്. അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. ആ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. വിശ്വാസിയുടെ ജീവിതം വിശ്വാസിയുടെ ജീവിതമാണ്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത്. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. മെയ് മാസം കഴിയട്ടെ. മെയ് മാസം ഞാനും അമ്മയും തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവിടെ യാത്ര, വിശ്വാസ യാത്ര കണ്ടില്ലേ, ഭയങ്കരമാണ് വാസ്തവത്തിലെ. എന്നിട്ട് ഇവളെ പറയണത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ എഡ്ജ്, നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ദൈവം തണുക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല, നമ്മളാണ് തണുക്കണത്. ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവൾക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഇവളുടെ അമ്മയോട് പറയും, എന്താണ്, 44 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകുമെന്ന്. അത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഉടമ്പടി 3 പുതുക്കിയോ ശ്രദ്ധിക്കുക. 44 ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നതെന്ന് ഞാൻ ആരാധന സമയത്ത് പറഞ്ഞിരുന്നു. അത് പറഞ്ഞോടുകൂടി ഈ അമ്മ അപ്പോൾ ഓരോ ഇപ്പോൾ ഈ സന്ദേശം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളോർക്കും അത് എൻ്റെ കാര്യമല്ലെന്ന്, പക്ഷേ ആ സന്ദേശത്തോട് ബന്ധപ്പെട്ട ആളിന് ദൈവം അടയാളം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ പോക്ക്. ഒരു സന്ദേശം പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശത്തിന് ഉടയപ്പെട്ട ആൾക്കാരുണ്ട്, ഉടമസ്ഥരുണ്ട്. അവർക്ക് അതിൻ്റെ കോഡ് കൊടുക്കും. ഇത് നിന്നെക്കുറിച്ചാണ് പറയണതെന്ന്. എനിക്കറിയാൻ പറ്റത്തില്ല അയാളെ, പക്ഷേ ദൈവം അവരോട് പറയും, ഇപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് പറയണത്, അത് നിന്നെക്കുറിച്ചാണെന്ന് പറയും. അവർക്ക് ബോധ്യം കിട്ടും. ഉടനെ അവൾ മകളോട് പറഞ്ഞു, വെയിറ്റ് 44 days, അമ്മ ഇതിനുള്ളിൽ സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഉടനെ അവൾക്ക് ഒരു വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സംപ്രേഷണത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കേട്ട്, ആ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ചില പൊട്ടന്മാർ, അത് ധ്യാനത്തിൽ പറയണതാണ്, ഞാൻ പറഞ്ഞ പ്രസംഗത്തിലൂടെ പറയുന്നതാണ്, ചില പൊട്ടന്മാർ 3 പുതുക്കിയിട്ട് തണുത്തിരിക്കും. അവർ ഓർക്കണം, അവരുടെ കർത്താവ് പറയുന്നു 4-ാം യാമത്തിലും ഞാൻ വരാമെന്ന്. വീട്ടില്ലേ, ആ കടലിൻ്റെ മീതെ കർത്താവ് വന്നത് എത്രയാണ്? 4-ാം യാമത്തിൽ. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണ്. 3 പുതുക്കിയിട്ട് തണുത്തിരിക്കണം ഞാനാണ്. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഓഫീസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന്, നേഴ്സാണ്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ രാത്രി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? മാതാവ് തലേ ദിവസം രാത്രി പറഞ്ഞായിരുന്നു നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ചെവി വന്ന് പതുക്കെ പറയും. എനിക്കത് നല്ല അനുഭവമുള്ളതുകൊണ്ട് എനിക്കത് കേട്ടാൻ പെട്ടെന്ന് മനസ്സിലാകും. ഇവളിങ്ങനെ വീണ് പോണ പരുവാകുമ്പോൾ അമ്മ രാത്രി ചെവി വന്ന് പറയും നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയും. അത് ഇവർക്ക് വല്ലാത്ത ബോധ്യം കിട്ടും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ പറയണം മാതാവ്. നിങ്ങളവർക്കും ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ്. അത് നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇതെന്ന് പറയണത് ദൈവാനുഭവം എന്ന് പറയണത്, ദൈവം ഒരു വ്യക്തിയാണ്. എത്രയും ലളിതമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും ലളിതമായിട്ടാണ്. ഈജിപ്തിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആൾ വരണം, എനിക്ക് കാണാം, നേരെ ഇങ്ങനെ വന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ ഒറ്റക്കൊരു മുറി കിടക്കണം, ഒരു വലിയൊരു മുറിയിൽ. മണി 3 5 മണിയുടെ വെളിച്ചമാണ് ഉള്ളത്. കയറി ഹോട്ടലിൽ കിടക്കുകയാണ്, നാട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് 3 പേരും കൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് നല്ല പൊക്കമുണ്ട്. ആ വരവ് കാണുന്ന രാജകീയമായ വരവാണ് വരുന്നത്. അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വല്ലാത്ത പൊസിഷനാണ്. നമുക്ക് കാണുന്ന മാതാവല്ല, നമുക്കറിയാവുന്ന ഈ കുറിച്ചിൻ്റെ ചോദിക്കുന്ന മാതാവല്ലേ, ആ മാതാവല്ലേ ഇപ്പോൾ ഉള്ളത്. ആ ഭൂസ്വലോകൻ രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ട മാതാവില്ലേ, അതാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അവർ വരണപ്പോൾ കാണാൻ പറ്റും. അവർ വന്നിട്ട് ഈ 4 പേരുടെ അടുത്ത് വായിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റും. അപ്പോൾ അമ്മയുടെ എൻ്റെ തുപ്പല് അമ്മയുടെ വായി പെടാതിരിക്കാൻ വേണ്ടി ഞാനൊരു അർത്ഥനിദ്രയിലാണ് ആ സമയത്ത്. ആളെ കാണാം, ഓർമ്മയുണ്ട്, ബോധമുണ്ട്, സ്വപ്നമല്ലത്. ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ എൻ്റെ തുപ്പല് കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ പിടിക്കും. അപ്പോൾ എനിക്ക് വിസ്മയമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കാര്യം എന്തോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ 10 ദിവസം രാത്രിയും പോലും കൊന്തയിലിയ ദിവസങ്ങളാണ്. 10 ദിവസം. ഇന്നിപ്പോൾ ചില അണ്ണന്മാർ കൊന്തൊക്കെ പകരം കരുണ നമസ്കാരം മതിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ദൈവം എന്താണ്, ആധ്യാത്മിക അനുഭവം എന്താണ്, ജപമാല എന്താണ്, ജപമാലയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്നെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നോൺസെൻസ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാം സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 പേർ കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു സാക്ഷ്യമാണിത്. അപ്പുറത്തും ഇപ്പുറത്തും 2 പേർ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരാളെ എനിക്കറിയാം, അത് ജോൺ മേരി വിയാനിയപ്പൻ ഇരിക്കുകയാണ്, വികാരച്ചന്മാരുടെ പുണ്യാളന്. അത് മധ്യസ്ഥന്. ഇപ്പോഴത്തെ ഉള്ളത് വേറെ ഒരു പുണ്യാളനാണ്, പക്ഷെ എനിക്ക് അറിയത്തില്ല ആളാണ്. പക്ഷേ ഞാൻ അതിനുശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ? അതിനുശേഷമാണ് ഈ പ്രസംഗങ്ങളും അടയാളങ്ങളും. ഇപ്പം തന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അലക്സിസ്റ്റൻ പറയുമായിരുന്നു, ഈ ഓണം ആകുമ്പോൾ 50 കോടി വ്യൂവേഴ്സാണ് ഉള്ളത്. 50 കോടി ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്.
അത്രയും കണ്ടതെല്ലാം ഇങ്ങനെ പരന്ന് പോകാനുള്ള കാരണം എന്താണ്? അന്നത്തെ ആ സമാഗമമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പല ഉടമ്പടി എടുത്തിരിക്കണത് ആ പഴയ ഫോർമാറ്റിലാണ് എടുത്തിരിക്കണത്. ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണത്. അല്ല, സത്യസന്ധമായിട്ട് വിശ്വസ്തതയുടെ ഉടമ്പടി എടുത്തവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒരു ദിവസം 30 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ പറയണത് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷെ സത്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ ദൈവത്തിന് തോന്നണം. ആ ദൈവത്തെ തോന്നാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ തണുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിക്കണത്? എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് എൻ്റെ മെത്രാൻ പറയും. ഞാൻ ട്രാൻസ്ഫറിൻ്റെ ആ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് ഒരു പള്ളി പൊളിച്ചിട്ടിരിക്കണത്. ആ പള്ളി പണിയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പള്ളി വരുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നതിന് പകരം 1-2 പേര് പറയണം, അച്ഛാ പിരിവാണെങ്കിൽ നടക്കത്തില്ല, വീട്ടിൽ വന്നാൽ 5 പൈസ തരത്തില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാശില്ല, ഞങ്ങൾ നേരത്തെ കൊടുത്തെന്ന് പറയും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം അതാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലും പിരിവിന് വരത്തില്ല, പക്ഷേ നിങ്ങൾ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ ആൾക്കാരെ മാതാവിന് തിരുക്കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യ ജപമാല നടത്തി. അന്ന് മുതൽ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ പോകുകയാണ്. നിങ്ങൾ കയ്യിൽ നിന്ന് പോയ പണങ്ങളും നഷ്ടപ്പെട്ട കാശും നിങ്ങൾ എഴുതി തള്ളിയ കാശും നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരാൻ പോകുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു സെബാസ്റ്റ്യൻ പരിച്ചേരി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മദ്യം പറഞ്ഞ് 4 ലക്ഷം രൂപ ആയിരിക്കുമെന്ന്. ഞാൻ എന്ത് പറ്റി? എനിക്ക് 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, എനിക്ക് തരാണ്ടായിരുന്നൊരു വ്യക്തി, ഞാൻ എഴുതി തള്ളിയതാണ്, അയാൾ ഇന്നലെ കൊണ്ടുവന്ന് തന്നത് 4 ലക്ഷം അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പണി തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പള്ളി പണിയും, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഓർക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവ തിരുസന്നിധി നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ എന്താ വിഷയം? ഞാനിപ്പോൾ ഈ ഇടവക ചാർജ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ്? ആ ഇടവകയുടെ മധ്യസ്ഥൻ ഔസപിതാവാണ്. പക്ഷേ ഔസപിതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് ഞാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈജിപ്തിൽ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ കക്ഷി എനിക്ക് മനസ്സിലാകാതിരുന്ന കക്ഷി ഇതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എനിക്ക് ഔസപിതാവിനെ മനസ്സിലാകത്തില്ലെന്ന്. എനിക്ക് ഔസപിതാവ് മനസ്സിലാകും, പക്ഷേ ഈജിപ്തിൽ കിടന്നുറങ്ങിയ ഔസപിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു പരിചയമുള്ള ആളല്ല. പക്ഷേ അതേ രൂപം തന്നെയാണ് ഈ പള്ളി ഇരിക്കുന്നത്, ഞാൻ ചെന്ന പള്ളി ഇരിക്കുന്നത്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? വികാരത്തിൻ്റെ പുണ്യാളെ കാണിച്ചിട്ട് ഈ പള്ളിയുടെ വികാരിയായിട്ട് നിന്നെ വിടുകയാണ്. ഈ പള്ളി അവിടെ ചെന്ന് നീ വിഷമിക്കൊന്നും വേണ്ട, പള്ളി ഞാൻ തന്നെ പണിതോളും, നീ വിഷമിക്കേണ്ടത് എന്താണ്? എന്നിട്ട് ഈ കൈ വായിലിറക്കി തന്നിട്ട് എന്ത് അധികാരമാണ് അമ്മയ്ക്ക്? അന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കും, ജീവിതത്തെ ബന്ധിയായി സംസാരിക്കും. ഞാൻ സംസാരിക്കുന്ന കർത്താവ് ഏറ്റെടുക്കും, അത് നിങ്ങൾക്ക് ഫലമായി തീരും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ജീവിക്കും. കൈയടിക്കട്ടെ, ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്തും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്? അവൾ പത്രം വീട്ടിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സായതിൻ്റെ പെടപെടാമെന്ന് ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും, അത്രേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ജീവിക്കണം നോക്കണം. അല്ല, എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയില്ല. ഇപ്പം തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോടെ ജീവിക്കാൻ എന്നെ ഇപ്പോഴും അഭിഷേകം ചെയ്യണം. ജീവിതത്തെ മാറ്റിമറിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തെ ഒരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ.
ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിളായി എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല, എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറക്കാതിരിക്കുന്നത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ പറഞ്ഞാൽ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ പത്രോസൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ പ്രായസ്സുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ പത്രോസ് അനുതാപത്തിനെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരു അവസ്ഥ ചെയ്തു പോയതാണ്. അയാൾ ഒറ്റ പ്രാവശ്യമല്ല, മരണം വരെ അയാൾ കരയുമായിരുന്നു, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, നീ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്, മറിച്ച് ദൈവദർശിനി പത്രോസിനെ പോലെ നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിന് വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4-ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം, മെയ് മാസം ഒന്ന് കഴിയുന്ന വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കാൻ ആൾ. എന്നിട്ട് എന്ത് ചെയ്ത് പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്. എന്താ ചേഞ്ച് ചെയ്ത്, പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരുടെ ഈ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം, ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം, നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25-30 എന്താണ്, പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം, കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകൂടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുക. ദാറ്റ് ഇസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവൾ പറയണതേ, ഇവളെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവിടെ വളഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ മതം മാറ്റം നടക്കുകയല്ലേ, ഇത് തോന്നിയ ദിവസമല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടൻ വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയാൽ ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിരിക്കുന്ന സന്ധ്യക്ക് ആണുങ്ങളെ കൂടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ് അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് ആൾ വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിച്ച വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി, മെയ് 15 ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കിയേ, എനിക്ക് ഇച്ചായനോട് പറയുന്നത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം,
നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ, ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച് അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിന് ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവർക്ക് പറ്റുമോ? ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു, ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേലെ അധികാരമുള്ള സഞ്ചാരി മാതാവിന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേലെ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ ഇതേ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെ മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന